എല്ലാവർക്കും നമസ്കാരം. ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ വസന്തമായിരുന്ന കവിയത്രി ശ്രീകുമാരി ഗ്രൂപ്പിൻ്റെ ചെറിയ വട്ടത്തിൽ നിന്നും വിശാലമായ പൊതുസമൂഹത്തിലേക്ക് തൻ്റെ കവിതകളുമായി ഇറങ്ങുന്ന സുദിനമാണിന്ന്. പവിഴമല്ലിയുടെ പ്രണയഗീതങ്ങളിലെ മിക്ക കവിതകളും കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ശ്രീകുമാരി എഴുതി ഞങ്ങളുടെ ഗ്രൂപ്പിലിട്ടവയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റേതായി നടത്തുന്ന ചെറിയ ടൂറുകളിൽ കാണുന്ന കാഴ്ചകളെപ്പറ്റി അന്ന് തന്നെയോ അതിൻ്റെ പിറ്റേ ദിവസമോ ശ്രീകുമാരി കവിതയാക്കി ഗ്രൂപ്പിലിടാറുണ്ടായിരുന്നു. ഇന്ന് പ്രകാശനം ചെയ്യുന്ന പവിഴമല്ലികളുടെ പ്രണയഗീതം എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ശീർഷകം ആ കവിത ഗ്രൂപ്പിൽ എഴുതിയിട്ടതാണ്. അതിന് കാരണമായത് ഗ്രൂപ്പിൽ ആരോ പവിഴമല്ലിയുടെ ഒരു ചിത്രം ഇടുകയും മറ്റൊരാൾ അതിനെക്കുറിച്ച് കവിത എഴുതാമോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു 2 മണിക്കൂറിനകം അദ്ദേഹം എഴുതിയിട്ട കവിതയാണ് ആ പുസ്തകത്തിൻ്റെ ശീർഷകമായിട്ടുള്ള പവിഴമല്ലിയുടെ കവിത. അത്രമാത്രം കാവ്യസിദ്ധിയുണ്ട് ശ്രീകുമാരിക്ക്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ തിരുവനന്തപുരം ഡയറക്ടറേറ്റിൽ നിന്നും മാനേജർ തസ്തികയിൽ വിരമിച്ച ആളാണ് ശ്രീകുമാരി. എല്ലാവരോടും സ്നേഹത്തോടും ആത്മാർത്ഥതയോടും കൂടി പെരുമാറുന്ന പുരോഗമന ചിന്തയുടെ വക്താവ് കൂടിയാണ് ശ്രീകുമാരി. പവിഴമല്ലി പൂവിടുന്ന ഈ സുദിനം ഞങ്ങളുടെ 81-83 ബാച്ചിൻ്റെ ഏറ്റവും സന്തോഷദായകമായ ദിനം കൂടിയാണ്. ഈ പുസ്തക പ്രകാശന ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള ശ്രീ ചേപ്പാട് രാജേന്ദ്രൻ ഞങ്ങളുടെ 81-83 ബാച്ചിലെ സജീവ അംഗമാണ്. അദ്ദേഹം അധ്യാപകൻ, പത്രപ്രവർത്തകൻ, റാഷണലിസ്റ്റ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ കേരള സെക്രട്ടറി എന്നീ നിലകളിലും വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ആളാണ്. സാമൂഹികവും രാഷ്ട്രീയവും സാഹിത്യ ബന്ധവുമായ സമകാലീന വിഷയങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെയധികം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിലിടുന്ന കവിതകളുടെയും കഥകളുടെയും കാണാപ്പുറങ്ങൾ തൻ്റെ സാഹിത്യ വിമർശനത്തിലൂടെ അദ്ദേഹം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നു. പവിഴമല്ലിയുടെ പ്രണയഗീതങ്ങൾ എന്ന പുസ്തകത്തിന് പഠനാത്മകമായ അവതാരിക എഴുതിയതും ചേപ്പാട് രാജേന്ദ്രനാണ്. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം അധ്യക്ഷ സ്ഥാനത്തേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അഴിമതിക്കെതിരായ പോരാട്ടവുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ജേക്കബ് തോമസ് സാറിനെ ഞങ്ങൾ ഓർക്കുന്നത്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയുടെ ഡയറക്ടർ ജനറലായിരുന്ന അദ്ദേഹത്തിൻ്റെ സേവനകാലം സിവിൽ സർവീസിലെ ഉന്നതർ പോലും ഭയപ്പെട്ടിരുന്ന കാലമാണ്. അഴിമതിയോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത അദ്ദേഹത്തെ പൊതുജനങ്ങളും സ്വീകരിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് 2015 മനോരമയുടെ മാൻ ഓഫ് ദ ഇയർ ആയി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മികച്ച സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡൽ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇന്നും ബെസ്റ്റ് സെല്ലറാണ്. ശ്രീകുമാരിയുടെ പുസ്തകം പ്രകാശനം ചെയ്യാനെത്തിയ മികച്ച ഭരണത്തലവനും ഗ്രന്ഥകാരനും ഗവേഷകനുമായ ശ്രീ ജേക്കബ് തോമസ് സാറിനെ ഈ ചടങ്ങിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കുരിപ്പുഴ സാറിനെ ആയിരുന്നു. അദ്ദേഹം എത്താത്തത് കൊണ്ടാണ് നമ്മൾ സ്വാഗതം ചെയ്യാത്തത്. പ്രശസ്ത നോവലിസ്റ്റ്, കഥാകാരൻ, തിരക്കഥാകൃത്ത് തുടങ്ങി സാഹിത്യത്തിലും സിനിമ, TV രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന വലിയ എഴുത്തുകാരനാണ് ശ്രീ KK സുധാകരൻ. അദ്ദേഹത്തിൻ്റെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന കഥയാണ് P. പത്മരാജൻ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന അതിമനോഹരമായ സിനിമയാക്കിയത്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ അറിയുന്ന പ്രിയങ്കരമായ സിനിമാ പാട്ടുകളുടെ പിന്നിലെ നമ്മൾ അറിയാത്ത ചരിത്രം രസകരമായി സംഗീതാത്മകമായി ആയിരക്കണക്കിന് പ്രസംഗവേദികളിൽ അവതരിപ്പിക്കുന്ന ഡോക്ടർ സജിത്ത് ഏവൂരത്ത് സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. ആലപ്പുഴ SD കോളേജിലെ അധ്യാപകനായ അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിലെ ഇംഗ്ലീഷ് അധ്യാപകനാണ് ശ്രീ അമിത് ഡേവിഡ്. പ്രഭാഷകനും എഴുത്തുകാരനുമായ അദ്ദേഹത്തെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. മണ്ണിനെയും മരങ്ങളെയും പുഴകളെയും മത്സ്യങ്ങളെയും പരിസ്ഥിതിയെയും കുറിച്ച് ധാരാളം ആധികാരിക ഗ്രന്ഥങ്ങൾ രചിച്ച ശ്രീ സുരേഷ് മണ്ണാറശാല വൈജ്ഞാനിക സാഹിത്യത്തിലെ പ്രഗത്ഭ വ്യക്തിത്വമാണ്. ദീർഘകാലം അധ്യാപകനായിരുന്ന അദ്ദേഹം കവിയും ബാലസാഹിത്യ രചയിതാവുമാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്ത ശ്രീ രഞ്ജിത്ത്. പ്രമുഖ സംഗീതജ്ഞൻ പ്രൊഫസർ വർക്കല CS ജയറാമിന്റെ ശിഷ്യനായ ശ്രീ രഞ്ജിത്ത് നിരവധി കവിതകൾക്കും ഭക്തിഗാനങ്ങൾക്കും സംഗീതം നൽകി ആലപിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഗ്രീൻ എർത്ത് ഫാർമസ്യൂട്ടിക്കൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ണറാണ്. ശ്രീകുമാരിയുടെ ബന്ധുവായ ശ്രീജിത്ത് പവിഴമല്ലിയുടെ പ്രണയഗീതങ്ങളിലെ ഒരു കവിത ഇവിടെ ആലപിക്കും. ശ്രീ രഞ്ജിത്തിനെ ഈ യോഗത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയ കൂട്ടുകാരി കവയിത്രി ശ്രീമതി ശ്രീകുമാരിയെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് കൃതജ്ഞത പറയുന്ന അധ്യാപകനും ചരിത്ര ഗവേഷകനും ഗ്രന്ഥകാരനുമായ ശ്രീ രജനീഷ് സാർ ശ്രീകുമാരിയുടെ ബന്ധു കൂടിയാണ്. ആലപ്പുഴ ജില്ലയിലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചരിത്രം തൻ്റെ കുട്ടികളുമായി ചേർന്ന് കണ്ടെത്തി സ്വാതന്ത്ര്യ കീർത്തി എന്നൊരു ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിലെ വിദ്യാർത്ഥികളുടെയും മുതിർന്നവരെയും കൂട്ടിക്കൊണ്ടുപോകാൻ തികച്ചും പര്യാപ്തമാണ് ആ ഗ്രന്ഥം. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഞങ്ങളുടെ ഗ്രൂപ്പിലെ സജീവ അംഗമായ സോമരാജന്റെ കേളികൊട്ടോടെയാണ്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും BTech സിവിൽ എഞ്ചിനീയറിംഗിൽ പാസ്സായ ശേഷം LSGDയിൽ നിന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗം, പുരോഗമന കലാസാഹിത്യ സംഘം ഏരിയ കമ്മിറ്റി അംഗം ആയ സോമരാജൻ ഒരു വാദ്യകലാകാരനും നാടക പ്രവർത്തകനും ലൈബ്രറി പ്രവർത്തകനുമാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും ഞങ്ങളുടെ സന്തോഷം പങ്കിടാനും ഞങ്ങളുടെ കവയിത്രിയെ സ്വന്തമാക്കാനും എത്തിയ എല്ലാവർക്കും ഈ പരിപാടിയിലേക്ക് സ്വാഗതം.